ഇന്ന് ബിഗ് ബോസ് അവർക്ക് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് എന്ത് പ്രൊഫഷൻ ആയിരിക്കും ചെയ്യുക എന്നുള്ളത് പറയണം. ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്നെന്ന് പറയണം. ഗാർഡൻ ഏരിയ വെച്ചിട്ടാണ് നടന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും പ്രൊഫഷൻ, ആസ്പിറേഷൻസ്, കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക് ആണ്. എല്ലാ വർഷവും അവസാനത്തോട് അടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടാസ്കുകളാണ് കാണുന്നത്. കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ടും മത്സരാർത്ഥികൾക്ക് ഒരു ജീവിതമുണ്ട്. അത് പലരും മറന്നു പോകുന്നു. ഈ കമന്റ് ഇടുന്നവർ പ്രത്യേകിച്ചും ഇനി പരിധി വിട്ടൊക്കെ കമന്റ് ഇടുന്നവരുണ്ട്. നിങ്ങളതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഫിനാലയുടെ അടുക്കാൻ നേരത്തെ ഫാൻ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അത് മാന്യമായ രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിമർശിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ പരിധി വിട്ട് വിമർശിക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവില് ഈ ഒരു മോർണിംഗ് ടാസ്ക് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. അനീഷ് നല്ല മികച്ച രീതിയിൽ തന്നെ സംസാരിച്ചു. അനീഷ് മുന്നോട്ട് വന്നെന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തിന്റെ മേഖലയിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സിനിമയില് സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നതിന് ശേഷം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട്. പുറത്ത് കുറെ കാലമായിട്ട് പുതിയ സുഹൃത്തുക്കളെ ഒന്നും അധികം ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനീഷ് പറയുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് വളരെ ഹിറ്റ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറയുന്നത് പാറക്കഷ്ണവുമായിട്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടറിനെ ഉപമിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഒരു എഴുത്തുകാരനായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത്രയും ഭാവാത്മകമായിട്ടൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അനീഷ് വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം രാവിലെ ആണെങ്കിലും നമ്മൾ ആ മോർണിംഗ് സോങ്ങിന് മുമ്പ് കേട്ടത് എന്താണെന്നറിയോ, നമ്മള് അനീഷ് സംസാരിക്കുന്നത് കേട്ടിരുന്നു. അപ്പൊ അതിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു അനീഷിന്. എന്നുവെച്ചാൽ പിടിച്ചു വലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ നിന്നൊക്കെ മോചിതനായി ഫ്രീ ആയിട്ട് അനീഷിന് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പാറക്കഷ്ണമായിട്ടിരുന്ന ഒരു ഹൃദയമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അത് കുറെ കൂടി ഓപ്പൺ ആയി എന്ന് പറയുന്നുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നു ആദില, നൂറേപ്പോ ഉള്ളവരും ഒക്കെ ആയിട്ട് അനീഷിന് ഉള്ള ഒരു റാപ്പോ ആയിരിക്കാം ഇതിന് പ്രധാന കാരണം. ഇപ്പോൾ ഇതൊരു ബ്രീത്ത് ഓഫ് ഫ്രഷ് എയർ എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ്. പുള്ളിയുടെ ആ ഒരു നാട്, വീട്, കൂട്, ചട്ടക്കൂടായിരുന്നല്ലോ. അപ്പോൾ അതായിരിക്കും മേ ബി ആദില, നൂറേപ്പോ ഉള്ളവരെയൊക്കെ കണ്ട് അവരോടുള്ള സൗഹൃദം. പിന്നെ അനുമോള്, ഇവരുമായിട്ടൊക്കെ അനീഷ് ഒത്തിരി നേരം നമ്മൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത്. പിന്നെ ഷാനവാസ് അതിനൊരു പ്രധാന കാരണമാണ്. ഷാനവാസിനെ പോലെയൊക്കെ അത്രയും എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് അനീഷിന് നല്ല ആഗ്രഹം ഉണ്ടെന്നൊക്കെ പലപ്പോഴായിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എഴുത്തിന്റെ മേഖലയിൽ തന്നെ ഒരുപാട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കാര്യങ്ങളൊക്കെയാണ് അനീഷ് പറയുന്നത്. അതാണ് പുറത്തിറങ്ങിയിട്ടുള്ള അനീഷിന്റെ ആഗ്രഹം. പിന്നെ അക്ബർ രാഷ്ട്രീയക്കാരനാവണമെന്ന് പറയുന്നുണ്ട്. നൂറ മോഡലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ആര്യൻ അഭിനേതാവ് എന്ന നിലയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. നെവിൻ ഡിസൈൻ ബിസിനസ് തുടങ്ങുമെന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. അനുമോൾക്ക് ആക്ടിങ്ങിന്റെ മേഖലയിൽ തന്നെ ഇനി മുന്നോട്ട് പോകണമെന്ന് ഉള്ള അനുമോളുടെ ആഗ്രഹം പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മോർണിംഗ് ആക്ടിവിറ്റി കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. ഇപ്പം സ്വന്തം ആസ്പിറേഷൻസ് അല്ലെങ്കിൽ സ്വന്തം കരിയർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതൊരു സ്വപ്നമാണ്. എപ്പോഴും നമുക്കിപ്പോ ഓരോ എയിം ടാർഗറ്റ് ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ. അപ്പോൾ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.